ലോങ് ടേമിൽ വെൽത്ത് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ ഒരുപക്ഷെ വിചാരിച്ച പോലെ ഏറ്റവും ബെസ്റ്റ് സ്റ്റോക്ക് പിക്ക് ചെയ്യുന്നതിലോ അല്ല ഏറ്റവും റിട്ടേൺസ് തരുന്ന മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുന്നതിലോ അല്ല ശരിക്കും കാര്യം എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാലോ. അതിന് ശരിക്കും നിങ്ങൾക്ക് വേണ്ടത് കറക്റ്റ് ആയിട്ടുള്ള അസറ്റ് അലിക്കേഷനാണ്. നിങ്ങളുടെ വയസ്സ് ഇപ്പോൾ 20 ആണെങ്കിലും 40 ആണെങ്കിലും 60 ആണെങ്കിലും നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ കുറേ പൈസ ഉണ്ടാക്കിയ ആളാണെങ്കിലും ഇനി ഒന്നും ഉണ്ടാക്കാതെ ജസ്റ്റ് തുടങ്ങുന്ന ബിഗിനർ ആണെങ്കിലും നിങ്ങളുടെ അസറ്റ് അലിക്കേഷൻ സ്ട്രാറ്റജി ആയിരിക്കും തീരുമാനിക്കുക നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ശരിക്കത്തെ വെൽത്ത് ഉണ്ടാക്കുമോ അല്ലെങ്കിൽ എല്ലാ സമയം ഇതുപോലെ റിട്ടേൺസിനെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുമോ എന്നുള്ളതായിരിക്കും. ഈ അസറ്റ് അലിക്കേഷൻ ശരിക്കും എന്താണെന്നും എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ സാധനത്തിന് എത്രത്തോളം സീരിയസ് ആയിട്ട് എടുക്കേണ്ടതെന്നും മാത്രമല്ല അവസാനം നിങ്ങളുടെ ലൈഫിൽ എങ്ങനെയാണ് അസറ്റ് അലിക്കേഷൻ നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അസറ്റ് അലിക്കേഷൻ മനസ്സിലാക്കാൻ വേണ്ടി സിമ്പിൾ എക്സാമ്പിൾ എടുക്കാം. ഈ പൈ ചാർട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരാളുടെ പോർട്ട്ഫോളിയോ ആണുള്ളത്. ആ പോർട്ട്ഫോളിയോയിലെ 70% ഭാഗമുള്ളത് ഇക്വിറ്റിയിലാണ്. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ബേസിക്കലി സ്റ്റോക്സിലാണ്. ഈ സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാവാം അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് വഴി ഇൻവെസ്റ്റ് ചെയ്യുന്നതാവാം. ബാക്കി 30% ഡെറ്റിലാണ്. ഡെറ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഫിക്സ്ഡ് ആയിട്ടുള്ള ഇൻകം തരുന്നത്. FD ഡെറ്റിൻ്റെ എക്സാമ്പിളാണ്. ഡെറ്റ് മ്യൂച്വൽ ഫണ്ട്സ് ഡെറ്റിൻ്റെ എക്സാമ്പിളാണ്. ബേസിക്കലി അതിൻ്റെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ വളരെ സേഫ് ആയിരിക്കും. മാത്രമല്ല റെഗുലർ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് ഇങ്ങനെ ഒരു അസറ്റ് അലിക്കേഷൻ ഉണ്ടാക്കിയത് കൊണ്ട് എന്താണ് ശരിക്കും അഡ്വാൻറ്റേജ് എന്നുള്ള കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് 2 പോർട്ട്ഫോളിയോസ് കമ്പയർ ചെയ്യാം. ഒരു പോർട്ട്ഫോളിയോയിൽ 100% ഇക്വിറ്റിയിലാണ്, പ്യുവർ ഇക്വിറ്റി പോർട്ട്ഫോളിയോയാണ്, കംപ്ലീറ്റ് സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ. പല ആൾക്കാരും ബിഗിനേഴ്സ് ആകുന്ന സമയത്ത് കംപ്ലീറ്റ് അവരുടെ പൈസ കൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇടാറുണ്ട്. ആ ഒരു പോർട്ട്ഫോളിയോ ഈ അസറ്റ് അലിക്കേഷൻ 70-30% അസറ്റ് അലിക്കേഷനുള്ള പോർട്ട്ഫോളിയോ നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. ഇവിടെ കമ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി Nifty 50 ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ ഡെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് ബോണ്ട്സ് ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഗവൺമെൻറ് ബോണ്ടിന് വരെ നിങ്ങൾ FD ഉപയോഗിച്ചാൽ ഓൾമോസ്റ്റ് സെയിം റിട്ടേൺസ് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. നമ്മൾ 2008 മുതൽ 2023 വരെയുള്ള 15 വർഷത്തെ ഡേറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ 15 വർഷത്തിൽ നിങ്ങൾ 20,000 rupees ഇങ്ങനെ എല്ലാ മാസവും SIP ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചോ. ഈ പ്യുവർ ഇക്വിറ്റി പോർട്ട്ഫോളിയോ 15 വർഷം കഴിയുമ്പോൾ ഉണ്ടാക്കിയ പൈസ 96.9 lakhs ആയിരിക്കും. അതേസമയം അസറ്റ് അലിക്കേഷൻ ഫോളോ ചെയ്ത പോർട്ട്ഫോളിയോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 92.82 lakhs ആണ്. ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ആലോചിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ ഫുൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇട്ടാൽ പോരെ, എന്തിനാണ് നമ്മൾ ഈ അസറ്റ് അലിക്കേഷൻ ഒക്കെ ചെയ്യുന്നത്? എങ്ങനെ നോക്കിയാൽ അവസാനം ഒരു 4 ലക്ഷത്തിൻ്റെങ്കിലും വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് 4 ലക്ഷം കൂടെ കിട്ടുകയല്ല നല്ലത്, കംപ്ലീറ്റ് പൈസ കൊണ്ടുപോയിട്ട് ഇക്വിറ്റിയിൽ ഇട്ടാൽ പോരെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും നിങ്ങൾക്ക് അവസാനം കിട്ടുന്ന പൈസയോ അല്ലെങ്കിൽ അതിൽ കിട്ടിയ റിട്ടേൺസ് മാത്രമല്ല നമ്മൾ നോക്കേണ്ടത്. നമ്മൾ നോക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് റിസ്ക്. ഈ റിസ്കിനെ പല രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഏറ്റവും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് ഡ്രോ ഡൗൺ എന്ന് പറഞ്ഞ സംഭവം. ഡ്രോ ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോർട്ട്ഫോളിയോ, നമ്മുടെ പൈസ ഒരു പീക്കിലടിക്കൂല എപ്പോഴും. അവിടെ നിന്നിട്ട് ഏറ്റവും താഴേക്ക് എപ്പോഴാണ് പോയത്, എത്രയാണ് പോയതെന്നാണ് ഡ്രോ ഡൗൺ പറയുന്നത്. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ പീക്കിൽ നിന്ന് ഏറ്റവും താഴേക്ക് പോയത്, മാർക്കറ്റ് ക്രാഷ് ആകുമ്പോഴോ അല്ലാത്തപ്പോഴോ ഒക്കെ താഴേക്ക് പോയത് ഒരു 20% ആണ്. നിങ്ങളുടെ ഡ്രോ ഡൗൺ 20% ആയിരിക്കും. അപ്പോൾ ഈ ഡ്രോ ഡൗണിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ 2 പോർട്ട്ഫോളിയോനെ കമ്പയർ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ പല ഡ്രോ ഡൗൺസും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ പ്യുവർ ഇക്വിറ്റിയുടെ ഡ്രോ ഡൗൺസ് നമ്മുടെ കോവിഡ് ക്രാഷിൻ്റെ സമയത്ത് ഓൾമോസ്റ്റ് 33% ഡ്രോ ഡൗൺ ഉണ്ടായത്. അതായത് നിങ്ങളുടെ പോർട്ട്ഫോളിയോ അതിൻ്റെ പീക്കിൽ നിന്ന് 33% ആയിരിക്കും കോവിഡിൻ്റെ സമയത്ത് ഫോളോ ചെയ്തിട്ടുണ്ടാവുക. എന്നാൽ അസറ്റ് അലിക്കേഷൻ ഫോളോ ചെയ്ത പോർട്ട്ഫോളിയോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതേ സമയത്ത് വെറും 21% ഫോളോ ചെയ്തത്. അതായത് ബേസിക്കലി ഒരു 12% ഇവിടെ ഡ്രോ ഡൗണിന് കുറവുണ്ട്. പല സമയങ്ങളിലായിട്ട് നമ്മൾ ഡ്രോ ഡൗൺസ് നോക്കിക്കഴിഞ്ഞാൽ 11% ആയിരുന്നു പ്യുവർ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ, എന്നാൽ 8% ഉള്ളൂ അസറ്റ് അലിക്കേഷൻ നിങ്ങൾ ഫോളോ ചെയ്താൽ. വീണ്ടും നമ്മൾ 2011 നോക്കുകയാണെങ്കിൽ 9.72% പ്യുവർ ഇക്വിറ്റി പോർട്ട്ഫോളിയോൻ്റെ, എന്നാൽ നമ്മൾ അസറ്റ് അലിക്കേഷൻ ഫോളോ ചെയ്താൽ -6.47% ആണ് ഡ്രോ ഡൗൺ. അപ്പോൾ എപ്പോൾ നോക്കിയാലും ഡ്രോ ഡൗൺസ് ഏതിനാണ് കുറവ്? അസറ്റ് അലിക്കേഷൻ ഫോളോ ചെയ്യുന്ന പോർട്ട്ഫോളിയോയ്ക്കാണ്. ഇനി ഒരു പക്ഷേ ഈ പെർസെൻറ്റേജ് കാണുമ്പോൾ നിങ്ങൾക്ക് അത്രത്തോളം ഡ്രോ ഡൗൺ എഫക്റ്റ് മനസ്സിലാവില്ല. അതുകൊണ്ട് നമുക്ക് ആക്ച്വൽ വാല്യൂ നോക്കാം, എത്ര പൈസ നിങ്ങൾ ആക്ച്വലി നഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന എല്ലാവരും നമുക്ക് നോക്കാം. ഹലോ എവരിവൺ, 100K സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ഈ ഒരു ചാനലിൽ മ്യൂച്വൽ ഫണ്ട് മെയ്ഡ് ഈസി എന്ന് പറഞ്ഞൊരു കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ആ കോഴ്സിൻ്റെ ഭാഗമായിട്ട് മ്യൂച്വൽ ഫണ്ട്സിൻ്റെ A to Z നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. എന്താണ് മ്യൂച്വൽ ഫണ്ട്, എന്താണ് മ്യൂച്വൽ ഫണ്ടിൻ്റെ സ്ട്രക്ചർ, ഏതൊക്കെ ടൈപ്പ് മ്യൂച്വൽ ഫണ്ട്സ് ആണുള്ളത്, എങ്ങനെയാണ് നിങ്ങളൊരു മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യേണ്ടത്, എന്താണ് അസറ്റ് അലിക്കേഷൻ, എന്താണ് ഇൻഡെക്സ് ഇൻവെസ്റ്റിംഗ്, എല്ലാ കാര്യങ്ങളും വിത്ത് കേസ് സ്റ്റഡീസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും ആ ഒരു കോഴ്സിൽ. തീർച്ചയായിട്ടും മ്യൂച്വൽ ഫണ്ട്സ് നിങ്ങൾ ലോങ് ടേമിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കോഴ്സ് ആയിരിക്കും. ഈ ഒരു കോഴ്സിൽ നേരത്തെ അപ്ലൈ ചെയ്യുന്നവർക്ക് ഒരു ഏർലി ബേർഡ് ഓഫർ ഉണ്ട്. കൂടുതൽ ഡീറ്റെയിൽസും രജിസ്റ്റർ ചെയ്യേണ്ട ഗൂഗിൾ ഫോമും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ പ്യുവർ ഇക്വിറ്റി പോർട്ട്ഫോളിയോ നോക്കുകയാണെങ്കിൽ ജാനുവരി 2020 ഇതിൻ്റെ വാല്യൂ 60 lakhs ആയിരുന്നു. പക്ഷേ ഏപ്രിൽ ആയപ്പോഴത്തേക്കും അതിൻ്റെ വാല്യൂ 40 lakhsലേക്ക് കുറഞ്ഞു. അതായത് വെറും 3 മാസം കൊണ്ട് നിങ്ങൾ 20 ലക്ഷം നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലെ വാല്യൂ കുറഞ്ഞായി കാണാൻ പറ്റും. ഒബ്വിയസ്ലി അത് പിന്നെ 2023 ആയപ്പോൾ വീണ്ടും 96 lakhsലേക്ക് ആയെങ്കിലും പക്ഷേ ആ ഒരു 3 മാസം നിങ്ങൾക്ക് ഭയങ്കര പെയിൻ ഉണ്ടാക്കിയ മാസങ്ങളായിരിക്കും. മാത്രമല്ല ഒരു പക്ഷേ പല ഇൻവെസ്റ്റേഴ്സും ഇങ്ങനെ ഫോളോ ചെയ്യുമ്പോഴത്തേക്കും അവരുടെ പോർട്ട്ഫോളിയോ മൊത്തം വലിക്കും. സ്റ്റോക്ക് മാർക്കറ്റിൽ നിലച്ചിട്ട് അവർ സേഫ് ആയിട്ടുള്ള എല്ലാ സ്ഥലത്തേക്ക് പാർക്ക് ചെയ്യും. ആ ഒരു പ്രോസസ്സിൽ നിങ്ങൾ ആ മൊത്തം ജേണിയിൽ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ടായിരുന്ന അതായത് 97 lakhsലേക്കൊക്കെ എത്തേണ്ട
പൈസ ഒരിക്കലും എത്താൻ പോകുന്നില്ല. അപ്പോൾ ഡ്രോ ഡൗണിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ലോങ് ടേമിലേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രോ ഡൗൺ ആക്ച്വലി വരുന്ന സമയത്ത് 20 lakhs ഒക്കെ പോർട്ട്ഫോളിയോ കുറയുന്ന സമയത്ത് നിങ്ങൾ ഫിയർ അടിക്കും. അങ്ങനെ ഫിയർ അടിച്ചിട്ട് നിങ്ങളുടെ മൊത്തം ഇൻവെസ്റ്റ്മെൻറ്റ് തീസിസും ഫിലോസഫിയും ഒക്കെ നിങ്ങൾ ഉപേക്ഷിച്ച് ഒരു പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ ലോങ് ടേമിലേക്കുള്ള ആ ഒരു നിങ്ങൾ ബിൽഡ് ചെയ്യാൻ ചാൻസ് ഉണ്ടായിരുന്ന വെൽത്ത് നിങ്ങൾ ഒരു പക്ഷേ ബിൽഡ് ചെയ്യില്ല. അപ്പോൾ ഇതേ സമയം നമ്മൾ അസറ്റ് അലൊക്കേഷൻ ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ എത്ര വ്യത്യാസം ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അസറ്റ് അലൊക്കേഷൻ ഫോളോ ഒന്നും ചെയ്തില്ലെങ്കിൽ നിങ്ങൾ കോവിഡിൽ നിങ്ങൾ ഓൾമോസ്റ്റ് നിങ്ങളുടെ പോർട്ട്ഫോളിയോ 20 lakhs താഴേക്ക് പോയത് കാണാൻ പറ്റും. എന്നാൽ ഇതേ സമയത്ത് നിങ്ങൾ അസറ്റ് അലൊക്കേഷൻ ഫോളോ ചെയ്തിരുന്നെങ്കിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോ 12 ലക്ഷം ഫോളോ ചെയ്തായിരിക്കും കാണാൻ പറ്റും. ഇനി ഒബ്വിയസ്ലി 12 ലക്ഷം എന്ന് പറഞ്ഞാൽ ചെറിയ എമൗണ്ട് ഒന്നുമല്ല, പക്ഷേ കമ്പാരിറ്റീവ്ലി ഭയങ്കര വ്യത്യാസമായിരിക്കും ഉണ്ടാവുക. 60 ലക്ഷത്തിലുള്ള പോർട്ട്ഫോളിയോ 40 ലക്ഷത്തിലേക്ക് ഫോളോ ചെയ്യുന്നതിനേക്കാൾ എത്രയോ ബെറ്റർ ആണ് മേ ബി ഒരു 52 ലക്ഷത്തിലുള്ള പോർട്ട്ഫോളിയോ 40 ലക്ഷത്തിലേക്ക് ഫോളോ ചെയ്യുന്നത്. മേ ബി ഈ ഒരു ഡ്രോ ഡൗൺ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റും. അത് നിങ്ങൾ സഹിക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയും ലോങ് ടേമിൽ നിങ്ങൾ വെൽത്ത് ഉണ്ടാക്കുകയും ചെയ്യും. ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഡ്രോ ഡൗൺ എന്ന് പറഞ്ഞാൽ സിംഗിളായിട്ട് നടക്കുന്ന ഒരു ഇവൻ്റ് അല്ല, പല പല ഡ്രോ ഡൗൺസ് ഇതുപോലെ ഉണ്ടാവും. അപ്പോൾ ഓരോ പ്രാവശ്യം ഉണ്ടാകുന്ന ഡ്രോ ഡൗണിലും നിങ്ങൾ കംപ്ലീറ്റ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഭയങ്കര വോളറ്റൈലായിട്ടായിരിക്കും ബിഹേവ് ചെയ്യുക. അത് സഹിച്ച് മുന്നോട്ട് പോലെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാൽ അസറ്റ് അലൊക്കേഷൻ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോ കുറച്ചും കൂടി റിലേറ്റീവ്ലി സ്മൂത്ത് ആയിട്ടായിരിക്കും മുകളിലേക്ക് പോവുക. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ ദിവസവും സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാനും പറ്റും. മാത്രമല്ല എപ്പോഴും നിങ്ങളുടെ ഒരു ശതമാനം പോർട്ട്ഫോളിയോ ഡെറ്റിലാണുള്ളത്, അതായത് സേഫ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കൊരു സമാധാനം തരുന്ന കാര്യമാണ്. ആ സമാധാനം ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസും കൂടുതലാണ്. അവസാനം നിങ്ങൾ പൈസ ആക്ച്വലി ഉണ്ടാക്കാനുള്ള ചാൻസും കൂടുതലാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ അസറ്റ് അലൊക്കേഷൻ 70-30 നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വർഷവും നമ്മളത് റീബാലൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ള കാര്യമാണ്. അതായത് മേ ബി ഒരു വർഷം സ്റ്റോക്ക് മാർക്കറ്റ് ഭയങ്കര പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇക്വിറ്റിയുടെ എമൗണ്ട് 75%ലേക്കും 25%ലേക്കും മാറിയിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് അത് വീണ്ടും റീബാലൻസ് ചെയ്യുന്നു. ഇക്വിറ്റിയിലുള്ള പൈസ മെല്ലെ ഡെറ്റിലേക്ക് മാറ്റുന്നു, വീണ്ടും ആ 70-30ലേക്ക് വരുന്നു. നാളെ ഒരു വർഷം മേ ബി സ്റ്റോക്ക് മാർക്കറ്റ് നന്നായിട്ട് പെർഫോം ചെയ്തില്ലെങ്കിൽ ഇത് 60ലേക്ക് വേണേൽ കുറയാം, ഇത് ചിലപ്പം 40ലേക്ക് വേണേൽ കൂടാം. അപ്പം നമ്മൾ ഈ 40 എടുത്തിട്ട് വീണ്ടും 70-30 ആക്കുന്നു. അപ്പോൾ ഉള്ള ഗുണം എന്ന് വെച്ചാൽ സ്റ്റോക്ക് മാർക്കറ്റ് ഭയങ്കരമായിട്ട് പെർഫോം ചെയ്ത സമയങ്ങളിൽ നമ്മൾ മെല്ലെ പൈസ എടുത്ത് സേഫ് ആയുള്ള ഡെറ്റിലേക്ക് മാറ്റുന്നു. മിക്കവാറും ഒരു വർഷം സ്റ്റോക്ക് മാർക്കറ്റ് ഭയങ്കരമായിട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വർഷം അത്രത്തോളം പെർഫോം ചെയ്യാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് നമ്മൾ പൈസ മാറ്റുന്നതോടെ നിങ്ങൾക്ക് ആ ബാലൻസ് കിട്ടുകയാണ്. നേരെ തിരിച്ച് സ്റ്റോക്ക് മാർക്കറ്റ് നന്നായിട്ട് ഒരു വർഷം പെർഫോം ചെയ്തില്ലെങ്കിൽ നമ്മൾ ഡെറ്റ് എന്നുള്ള പൈസ എടുത്ത് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് മാറ്റുകയാണ്. മിക്ക സമയങ്ങളിൽ ഒരു വർഷം സ്റ്റോക്ക് മാർക്കറ്റ് നന്നായിട്ട് പെർഫോം ചെയ്തില്ലെങ്കിൽ ഇനിയുള്ള വർഷങ്ങളിൽ കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ള ചാൻസ് ആണ്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ നമ്മൾ കൂടുതൽ പൈസ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇടുകയാണ് ചെയ്യുന്നത് ഈ അസറ്റ് അലൊക്കേഷൻ വഴി. ഒബ്വിയസ്ലി നിങ്ങൾ ഇവിടെ കഷ്ടപ്പെട്ട് കുറേ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓരോ വർഷം നിങ്ങൾ 70-30% അസറ്റ് അലൊക്കേഷൻ കൊണ്ടുവന്നാൽ തന്നെ ഈ പ്രോസസ്സ് നടന്നോളൂ. അപ്പോൾ ഈ റീബാലൻസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കണം. ഇനി അടുത്ത ചോദ്യം, എത്രയാണ് നമ്മൾ ഈ അസറ്റ് അലൊക്കേഷൻ ചെയ്യേണ്ടതെന്നുള്ള കാര്യമാണ്. എത്ര ഇക്വിറ്റിയിൽ ഇടണം, എത്ര ഡെറ്റിൽ ഇടണം എന്നുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു കാര്യം 2 ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. ഒന്ന് നിങ്ങളുടെ റിസ്ക് പ്രൊഫൈലാണ്, നിങ്ങൾ എത്രത്തോളം റിസ്ക് എടുക്കാൻ റെഡിയാണെന്നുള്ള കാര്യമാണ്. രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ ഏജ് ആണ്. അപ്പോൾ ഈ റിസ്ക് പ്രൊഫൈലിൻ്റെ കാര്യം നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ ഏജിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഏതാണ്ട് എങ്ങനെ ഫോളോ ചെയ്യാന്നുള്ള കാര്യം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ടേബിളിൽ. ഇനി ഈ കാര്യം ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് ആയിട്ട് എടുക്കരുത്, ജസ്റ്റ് ഒരു ഇൻഡിക്കേറ്റീവ് ടേബിൾ ആണ്. നിങ്ങൾ തന്നെ നിങ്ങളുടെ റിസർച്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറോട് സംസാരിച്ചിട്ടോ ആണ് ഈ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ നിങ്ങൾ ഏജ് വളരെ കുറവാണെങ്കിൽ, മേ ബി 20-30 ഇടയിലാണെങ്കിൽ നിങ്ങൾക്ക് 90% വരെ ഇക്വിറ്റി അലോക്കേറ്റ് ചെയ്യാവുന്നതാണ്. ഇതിന് കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് കുറേ സമയമുണ്ട് നിങ്ങളുടെ റിട്ടയർ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്ലൈറ്റ്ലി മോർ റിസ്ക് എടുക്കാവുന്നതാണ്. ബാക്കി 10% നിങ്ങൾ ഡെറ്റിൽ വെക്കാം. പക്ഷേ മെല്ലെ മെല്ലെ നിങ്ങളുടെ ഏജ് കൂടുമ്പോഴത്തേക്കും നിങ്ങളുടെ ഇക്വിറ്റിയുടെ പോർഷൻസ് കുറഞ്ഞുകൊണ്ടിരിക്കണം, അതേസമയം ഡെറ്റിൻ്റെ പോർഷൻ കൂടിക്കൊണ്ടിരിക്കണം. ഇതിന് കാരണം വെച്ചാൽ നിങ്ങൾ എത്രത്തോളം റിട്ടയർമെൻറ്റിന് അടുക്കുകയാണ് അത്രത്തോളം നിങ്ങൾക്ക് പൈസയുടെ സ്റ്റെബിലിറ്റിയാണ് വേണ്ടത്, കൂടുതൽ റിട്ടേൺസ് ഉണ്ടാക്കുക അല്ല അവിടുത്തെ എയിം. ഇനി ഈ നമ്പർ കിട്ടാൻ വേണ്ടി ഒരു സിമ്പിൾ തമ്പ് റൂൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. 100 മൈനസ് നിങ്ങളുടെ ഏജ് എത്രയാണോ വരുന്നത് അത്രയാണ് ഇക്വിറ്റി അലൊക്കേഷൻ എന്ന് പറയും. ഇതൊരു തമ്പ് റൂൾ മാത്രമാണ്, ഇത് എക്സാക്ട്ലി ഫോളോ ചെയ്യേണ്ട റൂളല്ല. ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ റിസ്ക് പ്രൊഫൈലും കൂടിയാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ 20 വയസ്സുള്ള ആളാണെങ്കിലും നിങ്ങൾക്ക് അത്ര റിസ്ക് എടുക്കാൻ നിങ്ങൾക്ക് പേടിയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രത്തോളം എക്സ്പീരിയൻസ് ഇല്ല സ്റ്റോക്ക് മാർക്കറ്റിലെങ്കിൽ ഒരിക്കലും നിങ്ങൾ 90% ചെയ്യുന്ന നല്ലൊരു ഐഡിയ ആയിരിക്കില്ല. മേ ബി നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി 50% സ്റ്റാർട്ട് ചെയ്താൽ മതിയായിരിക്കും. എന്നിട്ട് മെല്ലെ മെല്ലെ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയിട്ടും അതിൻ്റെ റിട്ടേൺസിൻ്റെ ഒക്കെ നേച്ചർ വളരെ വോളറ്റൈൽ ആയിട്ടുള്ള ജേർണി ആയിരിക്കും ഉണ്ടാവുക. അതിനെപ്പറ്റി കൂടുതൽ പഠിക്കുമ്പോഴും ആ സമയത്ത് നിങ്ങൾക്ക് തോന്നുകയാണ് മേ ബി ഇതൊക്കെ എനിക്ക് സഹിക്കാൻ പറ്റും, ഓക്കെ ആണ് എന്ന് തോന്നുമ്പോൾ മേ ബി നിങ്ങളുടെ ഇക്വിറ്റി അലൊക്കേഷൻ നിങ്ങൾക്ക് മെല്ലെ മെല്ലെ കൂട്ടാവുന്നതാണ്. ഇനി അടുത്ത ചോദ്യം നിങ്ങൾക്ക് ഒരു പക്ഷേ വരിക, ഗോൾഡ് എന്ന് പറഞ്ഞ സാധനം നമ്മളിവിടെ കൂട്ടിയിട്ടില്ലോ, അപ്പോൾ ഗോൾഡ് ഏത് കാറ്റഗറിയിലാണ് വരിക? അപ്പോൾ ഗോൾഡ് എന്നുള്ള അസറ്റ് ഒരിക്കലും ഇക്വിറ്റിയിലോ ഡെറ്റിൽ ഇടാൻ പറ്റില്ല, പക്ഷേ നമ്മുടെ അസറ്റ് അലൊക്കേഷൻ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ മൊത്തം അസറ്റ് അലൊക്കേഷൻ ഇങ്ങനെയാണ്, അതായത് 70% ഇക്വിറ്റിയാണ്, 20% ഡെറ്റ് ആണ്, ആൻഡ് 10% ഗോൾഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ലോങ് ടേമിൽ നല്ല അഡ്വാൻറ്റേജ് ഉണ്ടാവും. ഇതിന് കാരണം വളരെ സിമ്പിളാണ്. ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഭയങ്കര ക്രാഷ് ഒക്കെ കാണിക്കുന്ന സമയത്ത് മിക്ക സമയത്തും ഗോൾഡ് മുകളിലേക്ക് പോകും. അപ്പോൾ നമ്മൾ കോവിഡ് ക്രാഷിൻ്റെ സമയത്ത് നോക്കുകയാണെങ്കിൽ, 2008 ഫിനാൻഷ്യൽ ക്രൈസിൻ്റെ സമയത്ത് നോക്കുകയാണെങ്കിൽ ഈ ഇക്വിറ്റി പോർഷൻ താഴേക്ക് പോയപ്പോഴും ഗോൾഡ് പോർഷൻ മുകളിലേക്ക് പോവുകയും നിങ്ങളുടെ പോർട്ട്ഫോളിയോ താഴേക്ക് പോകാതിരിക്കുന്നില്ല, പക്ഷേ ഓവറോൾ ഒരു ചെറിയ സ്റ്റെബിലിറ്റി കാണിക്കും. അപ്പോൾ ആ സ്റ്റെബിലിറ്റിയും കൂടെ നിങ്ങൾക്ക് ലോങ് ടേമിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡും ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഗോൾഡ് എങ്ങനെയാണ് ലോങ് ടേമിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോനെ പ്രൊട്ടക്ട്
പ്രൊട്ടക്ട് ചെയ്യുക, ഒരു ഇൻഷുറൻസ് പോലെ ആക്ട് ചെയ്യുക എന്നുള്ള കാര്യം മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. കൂടുതൽ കാര്യങ്ങൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ചിലപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും നമ്മുടെ ശരിക്കത്തെ അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇക്വിറ്റിയും സ്റ്റോക്കും ഈ ഗോൾഡും ബോണ്ടും ഡെറ്റും മാത്രമല്ലല്ലോ ഉള്ളത്. നമുക്ക് റിയൽ എസ്റ്റേറ്റ് ഒക്കെ അസറ്റ്സ് അല്ലേ. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒബ്വിയസ്ലി അത് നിങ്ങളുടെ അസറ്റ് അലൊക്കേഷനിൽ കൊണ്ടുവരിക. പക്ഷേ എപ്പോഴും ഏറ്റവും ബെസ്റ്റ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ അസറ്റ്സ്, ഇപ്പോൾ ഗോൾഡ് ആയിക്കോട്ടെ, ഇക്വിറ്റി ആയിക്കോട്ടെ, ഡെറ്റ് ആയിക്കോട്ടെ, അത് ഫിനാൻഷ്യൽ അസറ്റ്സ് ആണ്. അത് സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലത്തെ ഒരു അസറ്റ് അലൊക്കേഷൻ വെക്കുക. അതിന് പുറമെയുള്ള നിങ്ങളുടെ റിയൽ എസ്റ്റേറ്റ്, അത് നിങ്ങൾ പ്രോപ്പർട്ടി വേറെ വാങ്ങുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടോ ആയിക്കോട്ടെ, അത് സെപ്പറേറ്റ് ആയിട്ട് വെക്കുന്നതായിരിക്കും നല്ലത്. രണ്ടും കൂടി നിങ്ങൾ കമ്പൈൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും ലോങ് ടേമിൽ ഇതെല്ലാം മാനേജ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ രണ്ട് സെപ്പറേറ്റ് ആയിട്ട് വെക്കുന്നതായിരിക്കും പ്രാക്ടിക്കൽ. അപ്പോൾ ഈ വീഡിയോയിലൂടെ അസറ്റ് അലൊക്കേഷൻ എന്താണെന്നും എന്തുകൊണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആണെന്നും മാത്രമല്ല നിങ്ങളുടെ ലൈഫിൽ എങ്ങനെ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. മാത്രമല്ല ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും വെറുതെ അടിച്ചു വിട്ടതല്ല. ഈ അസറ്റ് അലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫിനാൻസിൽ ആക്ച്വലി റിസർച്ച് ചെയ്യപ്പെട്ട വളരെ പ്രൂവൺ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. മാത്രമല്ല ഈ ഒരു റിസർച്ചും അതിനുശേഷം വന്ന പല പല റിസർച്ചും ആക്ച്വലി പ്രൂവ് ചെയ്യുന്നത് നിങ്ങളുടെ റിട്ടേൺസിനെ തീരുമാനിക്കാൻ പോകുന്നത് 93% നിങ്ങളുടെ അസറ്റ് അലൊക്കേഷനാണ്. ബാക്കിയുള്ള 7% നിങ്ങൾ ഏത് സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്നു, ഏത് മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അസറ്റ് അലൊക്കേഷൻ ഡിസിഷൻ നിങ്ങൾ കറക്റ്റായിട്ട് എടുക്കുകയാണ്, അത് കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ലോങ് ടേമിൽ നിങ്ങൾ വെൽത്ത് ഉണ്ടാക്കാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും.